ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് വെന്റിലേറ്ററുമായിട്ടാണ്. രോഗിക്ക് വെന്റിലേറ്റർ സഹായം വേണ്ടി വരുന്ന സാഹചര്യങ്ങൾ എന്തെല്ലാമാണ്, സങ്കീർണതകൾ എന്തൊക്കെയാണ്? ഒരു ICU വിഭാഗത്തിൽ പ്രവേശിക്കപ്പെട്ട രോഗിയുടെ ജീവൻ നിലനിർത്താൻ സഹായിക്കുന്ന ഒരു ഉപകരണമാണ് മെക്കാനിക്കൽ വെന്റിലേറ്റർ. രോഗിക്ക് സ്വയം ശ്വസിക്കാൻ കഴിയാത്ത സാഹചര്യത്തിലാണ് ഓക്സിജൻ നൽകുകയും കാർബൺ ഡൈ ഓക്സൈഡ് ശരീരത്തിൽ നിന്ന് നീക്കുകയും ചെയ്യുന്ന ജോലി ഈ വെന്റിലേറ്റർ ഏറ്റെടുക്കുന്നത്. റെസ്പിറേറ്റർ, ബ്രീത്തിങ് മെഷീൻ എന്നീ പേരുകളിലും ഈ ഉപകരണം അറിയപ്പെടുന്നുണ്ട്. വെന്റിലേറ്ററിൻ്റെ പ്രധാന ഭാഗങ്ങൾ എന്തൊക്കെയാണ്? പവർ സോഴ്സ്, കൺട്രോൾസ്, മോണിറ്റർ, സേഫ്റ്റി ഫീച്ചറുകൾ ഇതൊക്കെയാണ്. ഇതിൽ പവർ സോഴ്സ് എന്ന് വെച്ചാൽ വൈദ്യുതിയിലാണ് വെന്റിലേറ്റർ പ്രവർത്തിക്കുന്നത്. വൈദ്യുതി തടസ്സം ഉണ്ടാവുമ്പോൾ പ്രവർത്തനം തടസ്സപ്പെടാതിരിക്കാൻ ബാക്കപ്പ് സംവിധാനങ്ങൾ ഇതിലുണ്ട്. കൺട്രോൾസ്, അത്യാഹിത വിഭാഗത്തിലെ ഡോക്ടർമാരോ നഴ്സുമാരോ ആണ് വെന്റിലേറ്റർ പ്രവർത്തിപ്പിക്കുന്നത്. രോഗിക്ക് ഏതളവിൽ ഏത് മർദ്ദത്തിൽ ഓക്സിജൻ നൽകണമെന്ന് ഡോക്ടർ തീരുമാനിച്ച് ഈ ഉപകരണത്തിൽ സെറ്റ് ചെയ്ത് വെക്കും. അതിനനുസരിച്ചാണ് ഈ വെന്റിലേറ്റർ പ്രവർത്തിക്കുന്നത്. മോണിറ്റർ, ഓക്സിജൻ നൽകുന്നതിൻ്റെയും കാർബൺ ഡൈ ഓക്സൈഡ് നീക്കം ചെയ്യുന്നതിൻ്റെയും തൽസ്ഥിതി ഗ്രാഫിക് രൂപത്തിൽ അക്കങ്ങളായി മോണിറ്ററിൽ ഡിസ്പ്ലേ ചെയ്യും. ഇതുവഴി വെന്റിലേറ്ററിൻ്റെ പ്രവർത്തനം വിലയിരുത്താം. നഴ്സുമാരിത് ചാർട്ടിൽ രേഖപ്പെടുത്തുന്നതായിരിക്കും. സേഫ്റ്റി ഫീച്ചറുകൾ, രോഗിയുടെ ജീവൻ നിലനിർത്തുന്ന ഉപകരണമായതിനാൽ നിരവധി സുരക്ഷാ സംവിധാനങ്ങൾ ഇതിലുണ്ട്. വെന്റിലേറ്ററിൻ്റെ സെറ്റ് ചെയ്തിരിക്കുന്ന പ്രഷർ നില താഴുമ്പോൾ, മെഷീനിലേക്കുള്ള വൈദ്യുതി നഷ്ടപ്പെടുമ്പോഴും അത്യാഹിത വിഭാഗത്തിൽ ആരോഗ്യ പ്രവർത്തകരെ അറിയിക്കുന്ന ഒരു സേഫ്റ്റി അലാറം ഇതിൻ്റെ ഭാഗമാണ്. വെന്റിലേറ്റർ രണ്ട് തരത്തിലുണ്ട്: നെഗറ്റീവ് പ്രഷർ വെന്റിലേറ്റർ ആൻഡ് പോസിറ്റീവ് പ്രഷർ വെന്റിലേറ്റർ. നെഗറ്റീവ് പ്രഷർ വെന്റിലേറ്റർ നമ്മൾ ഉപയോഗിക്കാറില്ല. പോസിറ്റീവ് പ്രഷർ വെന്റിലേറ്റർ എന്ന് വെച്ചാൽ നിലവിൽ ഉപയോഗിക്കുന്ന സംവിധാനമാണിത്. രോഗിയുടെ ശ്വാസവഴികളിലേക്ക് പ്രഷർ വർദ്ധിപ്പിക്കുന്നത് വഴി ശ്വാസകോശത്തിലേക്ക് വായു എത്തിക്കുന്ന രീതിയാണിത്. വെന്റിലേറ്റർ എപ്പോഴാണ് യൂസ് ചെയ്യേണ്ടത്? വെന്റിലേറ്റർ ഉപയോഗിക്കുന്ന പ്രധാനപ്പെട്ട സാഹചര്യങ്ങൾ ഇവയാണ്: ശ്വാസവഴികളുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ, അതായത് കാർഡിയക് ഡിസീസ്, പൾമിനറി എഡീമ, മയോകാർഡിയൽ ഇൻഫ്രാക്ഷൻ, ഹാർട്ട് അറ്റാക്ക് തുടങ്ങി വിവിധ പ്രശ്നങ്ങൾ, COPD, കടുത്ത ബ്രോങ്കിയൽ ആസ്മ, കടുത്ത ന്യൂമോണിയ, നെഞ്ചിലേൽക്കുന്ന ആഘാതങ്ങൾ, ശ്വസന നിരക്കുയരൽ, ശ്വാസമെടുക്കാനുള്ള കഷ്ടപ്പാട്, ശരീരത്തിൽ കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ അളവ് കൂടുന്നതോ കുറയുന്നതോ ആയ ശ്വാസകോശ സംബന്ധമായ പ്രശ്നങ്ങൾ, സ്ട്രോക്ക് മൂലമോ മറ്റോ മസ്തിഷ്കത്തിനകത്ത് പ്രഷർ ഉയരുന്ന അവസ്ഥ, അബോധാവസ്ഥയിലാവുക തുടങ്ങിയ ന്യൂറോളജിക്കൽ രോഗാവസ്ഥകളിലും ഇത് ഉപയോഗിക്കാറുണ്ട്. പിന്നെ വലിയ സർജറികൾക്ക് ശേഷവും വെന്റിലേറ്റർ നമ്മൾ ഉപയോഗിക്കാറുണ്ട്. ശ്വസിക്കാൻ സാധിക്കാത്ത വിധം ശ്വാസകോശ പേശികൾക്ക് തളർച്ച ഉണ്ടാകുന്ന അവസ്ഥയിലും വെന്റിലേറ്റർ ഉപയോഗിക്കാറുണ്ട്. വെന്റിലേറ്റർ ഘടിപ്പിക്കുന്നത് രണ്ട് തരത്തിലാണ്: നോൺ ഇൻവേസീവ് ടെക്നിക്കും ഇൻവേസീവ്. നോൺ ഇൻവേസീവ് വെന്റിലേറ്റർ എന്ന് വെച്ചാൽ NIV എന്നറിയപ്പെടുന്ന മാസ്ക് രോഗിയുടെ മുഖത്ത് മൂക്കും വായും മൂടുന്ന തരത്തിൽ വെച്ച് പ്ലാസ്റ്റിക്കിൽ തയ്യാറാക്കിയ ഒരു ബ്രീത്തിങ് സർക്യൂട്ടിൻ്റെ സഹായത്തോടെ വെന്റിലേറ്ററുമായി ഘടിപ്പിക്കുന്ന രീതിയാണിത്. രോഗിയുടെ ആരോഗ്യസ്ഥിതി കണക്കിലെടുത്ത് നിശ്ചിത ഇടവേളകളിൽ ഭക്ഷണം നൽകാനും മറ്റും കുറച്ച് സമയത്തേക്ക് ഈ വെന്റിലേറ്റർ നീക്കാൻ സാധിക്കാറുണ്ട്. ഈ സമയത്ത് രോഗിക്ക് സംസാരിക്കാനും വെള്ളം കുടിക്കാനും ഭക്ഷണം കഴിക്കാനും സാധിക്കും. ഇൻവേസീവ് മെക്കാനിക്കൽ വെന്റിലേഷൻ, ഇത് കൃത്രിമ ശ്വാസവഴി ഉണ്ടാക്കി ശ്വാസം നൽകുന്ന രീതിയാണിത്. രോഗിയുടെ ശ്വാസനാളത്തിലൂടെ ട്രക്കിയൽ ട്യൂബ് ഇറക്കി, അല്ലെങ്കിൽ എൻഡോട്രക്കിയൽ ട്യൂബ് അല്ലെങ്കിൽ ട്രക്കിയോസ്റ്റമി ട്യൂബ്, അതിലൂടെ ഓക്സിജൻ ശ്വാസകോശത്തിലേക്ക് കടത്തിവിടുന്ന സംവിധാനമാണിത്. ഇൻറ്റുബേഷൻ എന്നാണ് ഇതിനെ പറയുന്നത്. അല്പം വേദന ഉണ്ടാകുന്നതിനാൽ ഇത് ചെയ്യുന്നതിന് മുമ്പ് പേഷ്യൻസിന് സെഡേഷൻ കൊടുത്ത് മയക്കാറുണ്ട്. ഗുരുതരാവസ്ഥയിലുള്ളവരിലാണ് ഈ രീതി കൂടുതലായി ഉപയോഗിക്കുന്നത്. ഇത് ഉപയോഗിക്കുന്ന രോഗിക്ക് നിശ്ചിത ഇടവേളകളിൽ സെഡേഷൻ നൽകും. സ്വബോധം എത്രമാത്രമുണ്ട്, വെന്റിലേറ്റർ സഹായമില്ലാതെ ശ്വസിക്കാനുള്ള സാധ്യത എത്രയാണ് തുടങ്ങിയ നിരവധി ഘടകങ്ങൾ കണക്കിലെടുത്താണ് സെഡേഷൻ നൽകുക. ഈ രോഗികളിൽ മൂക്കിലൂടെ ട്യൂബിട്ട്, അഥവാ റൈൽസ് ട്യൂബ് മൂക്കുവഴി ഇട്ട് അതുവഴി ഡയറക്റ്റ് വയറ്റിലേക്കാണ് ഭക്ഷണം എത്തുക. വെന്റിലേറ്ററിൽ എത്ര നാൾ ഉപയോഗിക്കണം? വെന്റിലേറ്റർ എത്ര നാളാണ് ഉപയോഗിക്കേണ്ടത്? രോഗിയുടെ ആരോഗ്യസ്ഥിതി വിലയിരുത്തിയാണ് എത്ര നാൾ വെന്റിലേറ്റർ ഉപയോഗിക്കണമെന്ന് ഡോക്ടർ തീരുമാനിക്കുന്നത്. ഒരിക്കൽ വെന്റിലേറ്റർ ഉപയോഗിച്ചാൽ പിന്നീട് സാധാരണ ജീവിതത്തിലേക്ക് മടങ്ങി വരാൻ സാധിക്കില്ലെന്നും ജീവിതകാലം മുഴുവൻ ഉപയോഗിക്കേണ്ടി വരുമെന്നുമുള്ള ധാരണ തെറ്റാണ്. താഴെ പറയുന്ന സാഹചര്യങ്ങളിൽ രോഗിയുടെ ആരോഗ്യാവസ്ഥ വിലയിരുത്തിയ ശേഷം വെന്റിലേറ്റർ നീക്കം ചെയ്യണമെന്നോ ഡോക്ടർ തീരുമാനിക്കുന്നതായിരിക്കും. വെന്റിലേറ്റർ ഘടിപ്പിക്കാനുണ്ടായ സാഹചര്യം മാറി രോഗി ജീവിതത്തിലേക്ക് തിരിച്ചെത്തിയാൽ
ഹൃദയസ്പന്ദന നിരക്ക്, രക്തസമ്മർദ്ദം, ശ്വാസോച്ഛ്വാസ നിരക്ക്, രക്തത്തിലെ ഓക്സിജന്റെ അളവ്, ശരീരത്തിലെ ആസിഡുകളുടെ നില എന്നിവ ശരിയായ അവസ്ഥയിലെത്തിയാൽ രോഗിക്ക് ബോധം തിരിച്ചു കിട്ടി പ്രതികരിച്ചു തുടങ്ങുമ്പോൾ പിന്നെ വെന്റിലേറ്ററിൻ്റെ സഹായമില്ലാതെ തന്നെ രോഗിക്ക് ശ്വസിക്കാൻ സാധിക്കുന്നുണ്ടെന്ന് ഉറപ്പായാൽ അല്ലെങ്കിൽ ചുമച്ച് കഫം തുപ്പാനുള്ള ആരോഗ്യമുണ്ടായാൽ രോഗിയുടെ ശ്വാസകോശ പേശികൾക്ക് ആവശ്യമായ ശക്തി ലഭിച്ചാൽ ഇത് നീക്കാവുന്നതാണ്. സങ്കീർണതകൾ: വെന്റിലേറ്റർ ഉപയോഗിക്കുമ്പോൾ വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകാൻ സാധ്യതയില്ല. ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടാകാറുണ്ട്. ചെറിയ തോതിലുള്ള പരിക്കുകൾ, ചെറിയ തോതിൽ അതായത് രക്തസ്രാവം, ന്യൂമോതൊറാക്സ് അഥവാ ശ്വാസകോശ ചോർച്ച ഉണ്ടാകുന്ന അവസ്ഥ, ട്യൂബ് ഇടുന്നതിന് ബുദ്ധിമുട്ട്, വെന്റിലേറ്ററുമായി ബന്ധപ്പെട്ട ശ്വാസകോശത്തിലുണ്ടാകുന്ന അണുബാധ, ന്യൂമോണിയ എന്നിവയുണ്ടാകാം. ചിലരിൽ തൊണ്ടയിലൂടെ ട്യൂബ് ഇട്ടത് മൂലമുള്ള ചെറിയ അസ്വസ്ഥതകൾ, തൊറാസിക് ക്യാവിറ്റി ഭാഗത്ത് അതായത് നെഞ്ചിൻ്റെ ഭാഗത്ത് ഉയർന്ന തോതിൽ പോസിറ്റീവ് പ്രഷർ നൽകിയതിനെ തുടർന്ന് സങ്കീർണതകൾ, ഉയർന്ന BP, അസാധാരണമായ ഹൃദയസ്പന്ദനം, പേശികൾക്ക് തളർച്ച, വെന്റിലേറ്റർ ഉപയോഗം മൂലം ഉണ്ടാകുന്ന ശ്വാസകോശത്തിലെ പരിക്കുകൾ, ഉയർന്ന തോതിൽ ഓക്സിജൻ ലഭിച്ചത് മൂലമുള്ള ചില പ്രശ്നങ്ങൾ, അതായത് ഓക്സിജൻ ടോക്സിസിറ്റി എന്നിവയും കാണാറുണ്ട്. പിന്നെ വെന്റിലേറ്ററിൽ കണക്ട് ചെയ്യുന്നതിന് മുമ്പ് സമ്മതപത്രം ആവശ്യമാണ്. രോഗിയുടെ നിലവിലെ അവസ്ഥയെക്കുറിച്ച്, വെന്റിലേറ്റർ ഘടിപ്പിക്കേണ്ട ആവശ്യകതയെക്കുറിച്ചും അതിൻ്റെ സങ്കീർണതകളെക്കുറിച്ചും ഡോക്ടർ രോഗിയുടെ ഒപ്പമുള്ളവരോട് സംസാരിക്കുകയും അതിൽ നിന്ന് സമ്മതപത്രം ഒപ്പിട്ട് വാങ്ങുകയും ചെയ്യും. വെന്റിലേറ്റർ നീക്കം ചെയ്യാൻ രോഗിയുടെ ആരോഗ്യാവസ്ഥ ഡിപ്പെൻഡ് ചെയ്തിട്ടായിരിക്കും ഡോക്ടർ ഇത് റിമൂവ് ചെയ്യുന്നത്. വെന്റിലേറ്റർ വീട്ടിലും ഉപയോഗിക്കാം. കടുത്ത രോഗങ്ങൾ മൂലം ദീർഘകാലം വെന്റിലേറ്റർ സഹായം വേണ്ടിവരുന്നവർക്ക് ഇത് വീട്ടിലും മറ്റ് പുനരധിവാസ കേന്ദ്രങ്ങളിലും ഉപയോഗിക്കാം. ഈ ഘട്ടത്തിൽ BiPAP മെഷീൻ, CPAP മെഷീൻ എന്നിവയാണ് ഉപയോഗിക്കുന്നത്. താങ്ക് യു ഫോർ വാച്ചിങ്. നെക്സ്റ്റ് കണ്ടന്റുമായി നമുക്ക് കാണാം ഗൈസ്. താങ്ക് യു.